കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സി മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ്. പാലക്കാട് കോൺഗ്രസിന് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും? ഞങ്ങളെ കണക്കാക്കുന്നത് 5000 മുതൽ 10000 വരെ ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 75% കൂടുതൽ പോളിംഗ് നടക്കേണ്ടതാണ് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ. ഏതായാലും വളരെ ആവേശത്തോടെ നടത്തിയ പ്രചരണത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് ഈ പോളിംഗ് ശതമാനം കൂടാനൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്കിത് നല്ല ശുഭപ്രതീക്ഷയാണ്. നല്ല വോട്ടിൽ ഞങ്ങൾ ജയിക്കുന്നു തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പരാമർശം അത് തികച്ചും ദൗർഭാഗ്യകരമാണ്. കാരണം എല്ലാ കാലത്തും മതസൗഹാർദ്ദത്തിൻ്റെ നിലപാടെടുത്തൊരു കുടുംബമാണ് കൊടപ്പനയ്ക്കൽ തറവാടെന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെ തുടർന്ന് ചില മുസ്ലിം തീവ്രവാദ സംഘടനകൾ സമരം നടത്തിയപ്പോഴും ആത്മസംയമനത്തോടെ പ്രശ്നം കൈകാര്യം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത് അന്ന് മുസ്ലിം ലീഗിൻ്റെ കൂടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അന്ന് തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പള്ളി സംരക്ഷിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയാൽ പള്ളി തകർത്തവർ ഇന്ത്യയിൽ ഭാവിയിൽ അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പിന്നീട് ശരിയാണെന്ന് തെളിഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും 10 വോട്ട് കിട്ടാൻ വേണ്ടി ഏത് വൃത്തികെട്ട നാടകവും കളിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മൂല്യച്യുതിയാണത് കാണിക്കുന്നത്. ഇന്നലെ തന്നെ പരസ്യം കണ്ടില്ലേ, സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് പരസ്യം കൊടുക്കും? വികസനത്തിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യർ BJPയിലായിരുന്ന കാലത്ത് നടത്തിയ പ്രസ്താവനകളുടെ ഒരു പതിപ്പ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കും. LDF പ്രധാനമായും സന്ദീപ് വാര്യർക്കെതിരെ 2 പത്രങ്ങളിൽ പരസ്യം നൽകിയത് അങ്ങ് പറയുകയുണ്ടായി. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് സമുദായങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ശ്രമമാണ്. അതിന് വില കൊടുക്കേണ്ടി വരും. അതിപ്പോൾ 23-ാം തീയതി കാണാം. തീർച്ചയായിട്ടും അദ്ദേഹം പരിപൂർണ്ണ കോൺഗ്രസ്സുകാരനായിട്ട് മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വി മുരളീധരൻ BJPയുടെ നേതാവ് ഒരു പ്രതികരണം നടത്തി. കേരളത്തിലെ ജനങ്ങളോട് മുഴുവൻ മാപ്പ് പറയും. കാരണം 600 പേരാണ് മരണപ്പെട്ടത്. ഈ 600 പേരും കേരളീയരല്ലേ. ഒരു പഞ്ചായത്തിലെ 3 വാർഡുകളിൽ പെട്ടവരാണ് മരിച്ചതെങ്കിലും ഒരു 600 പേര് കേരളത്തിൻ്റെ ആളുകളല്ലേ മരിച്ചത്. അപ്പോൾ നമ്മുടെ സഹോദരന്മാർ, കുട്ടികൾ, ഇവരുടെയൊക്കെ മരണത്തിനെ നിസ്സാരമായി കാണുകയാണോ ഒരു പൊതുപ്രവർത്തകൻ? അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹം മാപ്പ് ചോദിക്കണം, BJP മാപ്പ് ചോദിക്കണം, അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൻ്റെ ഭാഗത്തുണ്ട്. തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജു വിചാരണയ്ക്ക് നേരിടണമെന്നുള്ള സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. എന്താണ് പ്രതികരണം? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2006-ൽ ആന്റണി രാജുവിനെ LDFൻ്റെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം വെസ്റ്റിൽ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ഇടതുമുന്നണിയെ നയിച്ച VS അച്യുതാനന്ദൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇയാളെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല, ഇയാൾ തൊണ്ടി മുതൽ മാറ്റിയവനാണ്. അങ്ങനെയാണ് അന്ന് LDF അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു അതിൽ അദ്ദേഹം വീണ്ടും വിചാരണ നേരിടണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആന്റണി രാജു പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെ പോലും ബാധിക്കും. കാരണം ഒരു വക്കീൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതാണ് തൊണ്ടി മുതൽ മാറ്റുക. 50 വയസ്സുകാരൻ്റെ ഒരു അടിവസ്ത്രത്തിന് പകരം 5-10 വയസ്സുള്ള ഒരു കുട്ടിയുടെ അടിവസ്ത്രം ഹാജരാക്കി. അതാണ് തൊണ്ടി മുതൽ എന്ന് പറയുന്നത്. അതിൻ്റെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇതാ ചെയ്ത കുറ്റം. ഇത്രയും വൃത്തികെട്ട നാടൻ ഭാഷയിൽ അണ്ടർവെയർ അടിച്ചു മാറ്റുന്ന ഒരാളായിട്ട് ആന്റണി രാജു മാറി. ഒരു അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ അത് MLA സ്ഥാനം രാജിവെക്കണം. തീർച്ചയായും കൃത്യമായ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുകയാണ് കെ മുരളീധരൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 5000 മുതൽ 15000 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFന് ലഭിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.